നിങ്ങൾ ആഫ്റ്റർ എഫക്റ്റ് യൂസ് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വർക്ക് ഫ്ലോ കുറച്ചുകൂടി ഈസി ആക്കാനായിട്ട് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്റ്റൻഷനാണ് ജെറി ഫ്ലോ എന്ന് പറയുന്നത്. സോ ഇന്ന് ഞാൻ ജെറി ഫ്ലോ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതും അതുപോലെ തന്നെ എങ്ങനെ അത് വർക്ക് ചെയ്യാന്നുള്ളതൊക്കെയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയണത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ജെറി ഫ്ലോ നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പം ഞാൻ തന്ന ഫയല് ഡൗൺലോഡ് ചെയ്ത് ഇതുപോലൊരു വിൻഡാർ ഫയലായിരിക്കും. സോ അത് ആദ്യം ഓപ്പൺ ചെയ്തിട്ട് നമ്മളത് എക്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണോ എക്സ്ട്രാക്ട് ചെയ്യണമെന്ന് വെച്ചാൽ എക്സ്ട്രാക്ട് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഇവിടെ കറന്റ് നമ്മുടെ ഡൗൺലോഡ്സിൽ എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഫോൾഡറാണ് ഞാൻ എക്സ്ട്രാക്ട് ചെയ്തത്. ഇത് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ വരും. സോ ഇതിൽ നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് കാണുന്ന ഫോൾഡറിലെ ജെറി ഫ്ലോ V2 ഇത് നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നേരെ ലോക്കൽ ഡിസ്ക് സി പോയിട്ട് പ്രോഗ്രാം ഫയൽ 86 ബിറ്റിൻ്റെ ഉണ്ട്, ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ കോമൺ ഫയൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും, ഫോൾഡർ കാണാൻ പറ്റും. ആ ഒരു ഫോൾഡർ എടുത്ത് കഴിയുമ്പോൾ അതിൽ അഡോബിയുടെ ഒരു ഫോൾഡർ ഉണ്ട്. സോ അതെടുക്കുക. അതിൽ CEP എന്ന് പറഞ്ഞൊരു ഫോൾഡർ കാണാൻ പറ്റും. അതെടുത്തിട്ട് എക്സ്റ്റൻഷൻസ് ഓപ്പൺ ചെയ്യുക. ഇതിൽ നമ്മൾ പേസ്റ്റ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഓൾറെഡി ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പേസ്റ്റ് ചെയ്ത ശേഷം വീണ്ടും നേരത്തെ എക്സ്ട്രാക്ട് ചെയ്ത ഫോൾഡർ എടുത്തിട്ട് ഈ ആഡ് കീ എന്നുള്ളത് ഓപ്പൺ ചെയ്തിട്ട് എസ് കൊടുക്കുക. എസ് കൊടുത്തു കഴിയുമ്പോൾ അതും ഓക്കെ ആഡ് ആവും. സോ അത്രയും ചെയ്താൽ മതി, ബാക്കി എല്ലാം ഓട്ടോമാറ്റിക് ഇൻസ്റ്റാൾ ആയിക്കോളും. അതിനുശേഷം നമ്മൾ നേരെ ആഫ്റ്റർ എഫക്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വിൻഡോസിൽ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ജെറി ഫ്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. സോ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ജെറി ഫ്ലോയുടെ ആ ഒരു ഇതോടെ ഓപ്പൺ ആയി കിട്ടും. സോ ഇതാണ് ജെറി ഫ്ലോ. ജെറി ഫ്ലോയില് ഇനിയിപ്പോൾ ജെറി ഫ്ലോയില് എന്തൊക്കെ യൂസസ് ആണ്, എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ മെയിൻ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെർവ് ഗ്രാഫ്, അതായത് സ്പീഡിനൊക്കെ വേണ്ടിയിട്ടുള്ള കെർവ് നമുക്ക് ഇതിൽ ഇൻബിൽട്ട് ആയിട്ടുള്ളത് കിട്ടും. ലൈക്ക് ഇപ്പോൾ ഇവിടെ ഈ ഒരു 1 2 3 4 5 നമുക്ക് ഓൾറെഡി ഉണ്ട്. ഇതല്ലാതെ നമുക്ക് വേണ്ടി കസ്റ്റം ചെയ്ത് ആഡ് ചെയ്യാം. അതായത് ഇപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഇപ്പോൾ നമുക്ക് ഏത് രീതിക്കാണോ ആക്കേണ്ടത് ആ രീതിക്കൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഓരോ കെർവ് ഗ്രാഫ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇൻബിൽട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത് യൂസ് ചെയ്യണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഇത് ഇപ്പൊ ഞാനിവിടെ 2 കീ ഫ്രെയിം റീമാപ്പിന്റെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സോ ഈ 2 കീ ഫ്രെയിമും നമ്മൾ ആദ്യം തന്നെ സെലക്ട് ചെയ്യുക. 2 കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് ഇതിലിപ്പോൾ ഏത് ഗ്രാഫാണോ വേണ്ടത് അത് ജസ്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. സോ ഇങ്ങനെയാണ് ഈ പറഞ്ഞ കേർവ്സ് നമ്മൾ ആഡ് ചെയ്യണത്. സോ അതുപോലെ തന്നെ വേറെ ഒരു ഓപ്ഷനാണ് മെയിനിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ ഒരു ക്ലിപ്പ് നമുക്കിപ്പോൾ റൊട്ടേറ്റ് ചെയ്യണം. ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ ട്രാൻസ്ഫോമർ എന്തെങ്കിലും ചെയ്യണം. ഇതിൽ അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ ചെയ്താൽ നമുക്ക് ഏത് രീതിയിലേക്കാണോ വേണ്ടത് ആ രീതിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫ്ലിപ്പ് ചെയ്യണമെങ്കിൽ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഓപ്ഷൻസിനൊക്കെയാണ് ഈ ഒരു ബോക്സ് വേണ്ടത്. അതുപോലെ തന്നെ സ്പീഡ്, നമുക്കിപ്പോൾ റിവേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ എടുത്തിട്ട് ടൈം എടുത്ത് റിവേഴ്സ് ചെയ്യണം. അതൊന്നും വേണ്ട, ജസ്റ്റ് ക്ലിപ്പ് സെലക്ട് ചെയ്യുക, റിവേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് റിവേഴ്സ് ആവും. അതുപോലെ നമ്മുടെ കമ്പോസിഷൻ സ്കെയിൽ ചെയ്യുന്നതും അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതായത് ഇപ്പോൾ ഫ്രെയിം ബ്ലെൻഡിങ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ നെൾ ആഡ് ചെയ്യുക, ക്യാമറ ആഡ് ചെയ്യുക, ഇതൊക്കെ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നെൾ ആഡ് ആയി, ക്യാമറ ആഡ് ചെയ്യും, ക്യാമറ ആഡ് ചെയ്യാം, ടെക്സ്റ്റ് ആഡ് ചെയ്യും, ടെക്സ്റ്റ് ആഡ് ചെയ്യാം, പ്രീ കമ്പോസ് ചെയ്യണമെങ്കിൽ പ്രീ കമ്പോസ് ചെയ്യാം. അതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു മെയിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഇനി എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സാധാരണ എഫക്ട്സ് കൺസോൾ എന്ന് പറഞ്ഞ ഇത് ഉപയോഗിക്കാറുണ്ട്. അതെന്തിനാ സംഭവം, നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഷോർട്ട് കട്ട് ആക്കി ഇടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിലും ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ ആഡ് ന്യൂ കൊടുത്തിട്ട് ഇപ്പൊ നമുക്ക് ഏതെങ്കിലും പ്ലഗിൻസ് വേണമെങ്കിൽ ഇപ്പൊ മോഷൻ ബ്ലർ ഇപ്പൊ ഞാനിപ്പോ ഫ്ലോ മോഷൻ ആഡ് ചെയ്തെന്ന് വിചാരിച്ചോ, അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വരും. സോ നമുക്ക് ഇനിയിപ്പോ ജസ്റ്റ് എടുക്കുമ്പോൾ എഫക്ട് എടുക്കുക. ഇപ്പോൾ മോഷൻ ബ്ലർ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇതിലേക്ക് മോഷൻ ബ്ലർ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ വരും. ഇനിയിപ്പോൾ ലുമേട്രി കളർ ആണെങ്കിൽ ലുമേട്രി കളറും എനേബിൾ ചെയ്യാം. അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എഫക്ട്സിൽ വേണ്ടത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ജെറി ഫ്ലോ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ്. അപ്പോൾ ഇതുപോലത്തെ എക്സ്റ്റൻഷൻസിനും പ്ലഗിൻസൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ കുറേ ഞാൻ ഫ്രീ ആയിട്ടുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതുപോലെ തന്നെ ബിഗിനേഴ്സിനുള്ള ട്യൂട്ടോറിയലും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നുണ്ട്. സോ ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.